അങ്ങനെ കാത്തിരുന്ന് വെക്കേഷൻ സ്റ്റാർട്ടായി. വെക്കേഷൻ ആയാൽ പിന്നെ നമ്മുടെ മക്കളൊന്നും പിടിച്ചാൽ കിട്ടില്ല. അവരവരുടേതായ ലോകത്തായിരിക്കും. കളിയും ബഹളവും ഒക്കെ ആയിട്ട്. അവര് കളിക്കട്ടല്ലേ, ഇത് അവരുടെ ടൈമല്ലേ. അപ്പൊ ഈ അവധിക്കാലത്ത് കളിയും ചിരിയും മാത്രം പോരല്ലോ. നമ്മുടെ അക്കാദമിക് വിഷയങ്ങളുടെ ഒരു പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട റൈറ്റിങ്ങും റീഡിങ്ങും കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള ബേസിക് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം സ്കൂള് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ വിഷയങ്ങൾ തന്നെ ഒരുപാട് അവർക്കുണ്ടാവും. പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ, ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. അത് മികച്ചതാവുക എന്നുള്ളത്. ഇന്ന് ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ കൂടുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതൊന്നും കൂടാതെ കുട്ടികളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൈറ്റിംഗ്, റീഡിങ് ഇതൊക്കെ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളില്ലേ. കുട്ടികൾക്ക് ഇനി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ സ്കൂളിംഗ് ആണെങ്കിലും കുട്ടികളുടെ അക്കാദമിക് തരത്തിലുള്ള നിലവാരം മെച്ചപ്പെടുത്താനാണെങ്കിലും എല്ലാം ആൽബിയുടെ പ്രത്യേകം തയ്യാറാക്കിയ പ്രോഗ്രാമുകൾ നിങ്ങളെ സഹായിക്കുമല്ലോ. നിങ്ങൾ എന്തിനു പേടിക്കണം? അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ. കണ്ടാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം. കാരണം നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് ചോദിക്കലാണ് എൻ്റെ ഫീസും കാര്യങ്ങളും എങ്ങനെയാണ്, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ലാസ്റ്റ് നമ്മൾ ഇതിന് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നേരിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റട്ടാ. ദിവസവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. 25 രാജ്യങ്ങളിൽ അധികമുള്ള കുട്ടികൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവർ വിദ്യാഭ്യാസം കൊടുത്തു വരുന്നുണ്ട്. കൂടാതെ അടുത്ത അധ്യയന വർഷത്തിൽ 8, 9, 10 സ്റ്റേറ്റ് CBSE കുട്ടികൾക്കായുള്ള ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും ഒരു ക്ലാസ്സിൽ കുറഞ്ഞ കുട്ടികളെ ഇരുത്തിയിട്ടുള്ള ബാച്ച് പ്രോഗ്രാം അടക്കം ആൽബിയുടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അവർക്ക് മെന്റൽ സ്ട്രെസ്സും ടൈം മാനേജ്മെന്റും ഈസി ആക്കാൻ വേണ്ടി സഹായിക്കും. ക്ലാസ് നന്നായിരുന്നു. മോളെങ്ങനെയുണ്ട്? മോള് നല്ല മോളാണ്, പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കാര്യങ്ങളൊക്കെ പറയുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിക്കുന്നുണ്ട്, ആക്റ്റീവ് ആണ്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണ് കേട്ടോ. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് ആൽബിഡോയിലുള്ളത്. അതേപോലെ തന്നെ കിൻഡർ ഗാർഡൻ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് എങ്ങനെ കിൻഡർ ഗാർഡൻ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനും എടുക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടെയാണ് കുട്ടികൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. സോ ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആൽബിഡോയെ വിശ്വസിക്കണം. കാരണം നമ്മുടെ മക്കളെ അത്രയും സേഫായിട്ട് ഇവരുടെ കൈകളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഇവർക്ക് ഒരു ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കൂടുതലായിട്ടും കാര്യങ്ങളും മനസ്സിലാവും കേട്ടോ. പിന്നെ നമ്മളിവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ചെയ്യാം. ഇനി കണക്റ്റ് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നേരിട്ട് അവർക്ക് വാട്സപ്പിലേക്ക് കണക്റ്റ് ആവും കേട്ടോ. സമയം കളയാണ്ട് അവരെ ചേർത്ത് നോക്കുക കേട്ടോ. കാരണം നമുക്കിനി അധികം സമയവും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ജൂണിൽ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ഒരു വലിയൊരു ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അടിയിൽ ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മളെ വീഡിയോസ് കണ്ടു പോകുന്നവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്ലാൻ ബിയിലെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ, ഫ്രൈഡേ വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചായ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കേന് പോവാണ് ഗൈസ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ്. ഒരു മഴ ദിവസമാണ്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ബാക്കി പുഴത്ത് വെച്ച് കാണാം. പുഴത്ത് വെച്ച് കാണാം. ചൂടുള്ള ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. അല്ല, ചൂടുണ്ണിയപ്പട്ടാ, ചോറ് ഗർഭപ്പൂതി ഒരു ഉണ്ണിയപ്പം തിന്നാ പൂതി. തമ്പനയിൽ കിട്ടി. ഇവിടെ ഇവിടുന്നൊക്കെ ഭയങ്കര തണുപ്പം. ചൂടാക്കി നോക്കുമ്പോൾ തിന്നാനും വയ്യപ്പോ. പഴത്തിന് വെറുതെ കുറ്റം ഇത്ര വലിയ പഴം കിട്ടി. ഇവിടെ പഴം കിട്ടില്ല എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞു. മുട്ട ബജി, ഉള്ളിവട, പഴംപൊരി, ലുക്കേമത്തിന്റെ മിക്സ്. ലുക്കേമത്ത്.
ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് ലുക്കൈമത്ത്, ഉള്ളിവട, മുട്ടബജി, പിന്നെ പഴംപൊരി. ചായ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. സമയം എത്രയായിരുന്നു? 4:06. സൈക്കിൾ എടുക്കണ്ട? സൈക്കിള് ഈച്ച അറക്കണ മഴ അതിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ പരിങ്ങ വരും. ഈ കണ്ട വലിയ മനുഷ്യന്മാരെ സ്വഭാവമാണ് ഇപ്പൊ ഈ കണ്ടത്. ഇതാണ് ആശാന്. മണത്ത് കണ്ടുപിടിച്ച് ഏത് കാറിന്റെ ഡിക്കിലാണ് സാധനങ്ങൾ. നിങ്ങൾ ഈ വണ്ടി ഷോപ്പിൽ കയറിക്കോ. ഓരോ വീഡിയോ എടുത്തിട്ട് ഓരോരുത്തർ കമന്റ് നോക്കണുണ്ട് എന്നാണ് കമന്റ്. കേറേട്ടൻ, ആ കുട്ടി കേറേട്ടൻ. അയ്യോ നമ്മളങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. ഞാൻ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഉണ്ടല്ലോ. പിന്നെ മുടി ബാക്കിൽ കെട്ടി വെച്ചിട്ടില്ലേ? ഇറങ്ങിക്കോ. ചിരി തട്ടി തടഞ്ഞിട്ട് പെരുന്നാരാവോ അല്ലെ ചിരി. ക്ലാസ് എടുത്തോ. ആ കവറോ, ഗ്ലാസിന്റെ ഒക്കെ കവറ്. അതെ മുട്ടബജി ഉപ്പില്ലോ. ഇവിടെ വിൽക്കട എന്തൊരു ഗതികട നോക്കി ഇത് തിന്നാൻ വേണ്ടിട്ട്. എത്ര 70 കിലോമീറ്റർ അത് വണ്ടിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിളിച്ചാ വരാത്തവര് ചായ ചൂടാറും പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് ഇറങ്ങി വണ്ടി കയറിക്കോ. ക്ലാസ് എടുക്കണ്ടോ? തവളെ എവിടെ? ആരെ പിടിച്ച്? ഇത് തവള.
ഇങ്ങനെ അടിക്കോ മീനല്ല തവള ഇത് തവള മണ്ണുള്ള തവള നിങ്ങളെങ്ങനെ പിടിച്ച് അപ്പോൾ ഒക്കേനെത്തി ചായ കുടിയൊക്കെ കഴിഞ്ഞിപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. കാണിച്ചെടുത്തു അവരവിടെ റീൽസ് എടുക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? എന്ത് പറയണ്, അങ്ങനെ ഒരു വെള്ളിയാഴ്ച കൂടി കടന്നു പോയി. ഒക്കെ എന്നെ പറ്റിട്ടോ ഒക്കെ നല്ല സ്ഥലല്ലേ? എന്താ പറയാനുള്ളത്? പഴംപൊരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഒരു പഴംപൊരി തിന്നാൻ വേണ്ടി 10-70 കിലോമീറ്റർ വന്നു നിലക്കുമ്പോ തിന്നാനും പറ്റുമോ? അതെ ഉള്ളിയോടൊക്കെ വാരിട്ടോ. ഇനിയിപ്പോ തണുത്ത് വരച്ചിട്ട് ഓരോന്ന് വരല് തുടങ്ങും. മഴ ആണെങ്കിലും ഇവിടെ ഒന്നും മഴയില്ലല്ലേ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ മഴക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നും കുഴപ്പമില്ല. സാധാരണ ഇവിടെയാണ് വെള്ളമൊക്കെ വരിക വേഗം. ഇഷ്യാ വെള്ളത്തിൽ കളി കഴിഞ്ഞാ? അപ്പൊ ഇതാ ഐസിന്റെ കളി കഴിഞ്ഞു. ഐസി വരുന്നുണ്ട്. വീഴല്ലട്ടാ. വെള്ളത്തിൽ കളിച്ചാ? ഐസിനോ അല്ലേ? ആരതാ ആരതാ വെള്ളത്തിൽ കളിച്ചാ? അതാ വിറക്കട്. ഇനി പോണ വെള്ളത്തേക്ക്. ഇതിന്റെ ഇൻട്രോത്തെ മോന്തയും ഇപ്പത്തെ ഞാൻ കുറച്ചെടുത്തു. ഇതാ ആധാർ കാർഡിന് ഫോട്ടോ പോലെ ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിർത്താൻ പറ്റുമോ? ഞങ്ങൾ നാളെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ലുലുക്ക് വന്നിട്ടാണ്. വീട്ടിലും അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ വണ്ടി മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ. അവരും മക്കളൊക്കെ വീട്ടിലേക്ക് പോയി. ഐശ്വര്യ മൊത്തം പാത കെട്ടിയതാണ് പണിക്കര് ഞാൻ എടുക്കാനൊന്നല്ല ചെരുപ്പിന് നല്ല ഓഫർ ഉണ്ട് ഗായ്സ്. ഇവിടുത്തെ അങ്ങനെ സാധനം വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടാ. ചെരുപ്പെടുത്തില്ല എന്തേ? മഴ പെയ്തിട്ട് വണ്ടിയുടെ കാരണമൊക്കെ മഴ ചാറിയിട്ടാണ്. ചിക്കൻ കടായി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണേ. What are you doing, guys? We are playing.
അപ്പോൾ ഗൈസ് ഞങ്ങള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിറങ്ങി. കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം. ഫുഡ് പറയാമല്ലോ. റൊട്ടി കടായിയാണ്. ഇവരെ വലിയ രസമൊന്നുമില്ല. പാകിസ്ഥാനിയായിട്ട് പാകിസ്ഥാനി 5 സ്റ്റാർ ഹോട്ടലൊക്കെ വേറെ കടയിലൊക്കെ വേറെ ടേസ്റ്റ് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈവനിങ് ടു നൈറ്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരും. അതുവരേക്കും ബൈ.